നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ആരോഗ്യത്തെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ്. ഈ ഒരു കാര്യം അതായത് ഇപ്പോൾ വളരെയധികം പ്രധാനമുള്ളൊരു കാര്യമാണ് അല്ലേ ഇന്നത്തെ ഈ സമയങ്ങളിൽ. അതായത് നമ്മളെല്ലാവരും വളരെയധികം പേടിപ്പെട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു 2 വർഷം മുന്നേ. കൊറോണ കാലഘട്ടങ്ങളിൽ എങ്ങനെ ഈ വൈറസിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, അതിനായിട്ടുള്ള ഒരു മെഡിസിനോ വാക്സിനോ ഒന്നുമില്ല. അത് ആദ്യ സമയങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ വ്യാധിയിൽ പെട്ടിട്ട് ഒരുപാട് പേര് മരണമടഞ്ഞു അല്ലേ. അപ്പോൾ നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തന്നെ അതായത് നമ്മൾ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാം തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യമാണ് രോഗപ്രതിരോധ ശേഷിയെ വളർത്തിയെടുക്കുക എന്നതിനെ പറ്റി മാത്രമാണ് അന്നുണ്ടായിരുന്ന ഏകയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷി വളർത്തുക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ എങ്ങനെയാണ് ഒരു ആരോഗ്യം വളർത്തിയെടുക്കുക, അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക എന്നതാണ്. അതായത് നല്ല തൈര്, മുട്ട, പാല്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ളത്, ഇതെല്ലാം തന്നെ നമ്മളുടെ ദിവസമായിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതായത് ദിവസത്തിൽ ഇങ്ങനെയുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ പൊതുവായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. മത്സ്യമാംസാദികളൊക്കെ കഴിക്കാം. എല്ലാതും ഒരു മിതമായ തോതിൽ നമ്മളെ ഫുഡുകളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ വേണ്ടത് വൈറ്റമിൻസും മിനറൽസുമാണ്. വൈറ്റമിൻസിൽ പ്രധാനമായിട്ടുള്ളത് വൈറ്റമിൻ സി ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. വൈറ്റമിൻ സി ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കാവുന്നത്. അതിലേറ്റവും പ്രധാനമുള്ളത് നെല്ലിക്കയാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, നാരങ്ങ, ഇതിലൊക്കെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദിവസവും ഒരു നെല്ലിക്ക എന്ന രീതിയിൽ ദിവസവും കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂടാനായിട്ട് ഇത് സഹായിക്കാവുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മിനറൽ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ സിങ്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ട് ചെറിയ രീതിയിൽ ആവശ്യമായിട്ട് വേണ്ടതാണ്. അതായത് അമിതമായിട്ട് വേണ്ട, എന്നാലും മിതമായ രീതിയിൽ സിങ്ക് എന്ന മിനറൽ നമ്മുടെ ശരീരത്തിൽ വേണം. അതായത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് കയറുന്ന ഇൻഫെക്ഷനെ പുറത്തേക്ക് തള്ളാനും അതുപോലെ തന്നെ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാതെ പുറത്തേക്ക് തള്ളാനായിട്ട് സഹായിക്കുന്നത് ഈ മിനറലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് സ്പൈസി ആയിട്ടുള്ള, അതായത് നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ എന്നിവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. പിന്നെ അതൊക്കെ തന്നെ നമ്മൾ അമിതമായിട്ട് കുക്ക് ചെയ്യാതെ, അതായത് വേവിക്കാതെ നമ്മൾ ഒന്ന് കുത്തിച്ചതച്ചിട്ട് വെള്ളം നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് കുടിക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചുട്ടിട്ട് തന്നെ കഴിക്കുന്നതും നല്ലതാണ്. അത് വേവിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പൊതുവായിട്ടുള്ള ഗുണം അങ്ങനെ തന്നെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ അങ്ങനെ, അതായത് നല്ല ഫ്രഷ് ആയിട്ട് രീതിയിൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജങ്ക് ഫുഡ്സ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഒന്നാമത് കുട്ടികളിലും വളർത്തിയെടുക്കേണ്ട ശീലമാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈ ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ. അതിൽ കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ കെമിക്കൽ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറിന് എതിരെ തന്നെ അത് പ്രവർത്തിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി തന്നെ നമുക്കെതിരെ തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കെമിക്കൽ അമിതമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനെ നമ്മൾ പ്രേരിപ്പിക്കരുത്. അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മളത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയാവില്ല, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വെള്ളമാണ്. 90% വാട്ടർ കണ്ടൻ്റാണ് നമ്മുടെ ശരീരത്തിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കടന്നാൽ തന്നെ അത് പുറത്തേക്ക് തള്ളുന്നത് എന്താണ്, യൂറിൻ വഴിയാണ് പുറത്തേക്ക് തള്ളുന്നത്. അങ്ങനെ പുറത്തേക്ക് തള്ളണമെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 25 കിലോ ഉള്ള ആൾ 1 ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കുടിക്കണം, അതാണ് കണക്ക്. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും ബോഡിയെ ഡീഹൈഡ്രേറ്റ് ആവാൻ
നമ്മൾ ശ്രമിക്കരുത് കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ ഉറക്കം പ്രധാനമാണ്. 7-8 മണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും പൊതുവായിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. പിന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം എല്ലാത്തിനും സമയം കിട്ടിയെന്ന് വരില്ല. എന്നാലും നമ്മൾ ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും ഡെയിലി നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും എക്സസൈസുകൾ ചെയ്യുക. ചെറിയ രീതിയിൽ നടക്കുക, അതുപോലെ യോഗ ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോകുന്നതും ഇങ്ങനെയുള്ള ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ പുകവലി, മദ്യപാനം, ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇതൊക്കെ തന്നെ പരമാവധി കുറയ്ക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഇതൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം കുറേയൊക്കെ പൂർണ്ണമായിട്ട് പകുതി എന്ന രീതിയിലെങ്കിലും നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് ഔഷധങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വളർത്താൻ സഹായിക്കാവുന്ന കുറച്ച് ഔഷധങ്ങളെ പറ്റി പറയാം. അതിലേറ്റവും പ്രധാനമാണ് തഴുതായ്മ എന്ന് പറയുന്നത്. തഴുതായ്മയുടെ ഇല തോരനായിട്ട് കഴിക്കുന്നത്, ദിവസവും തോരനായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെറും വയറ്റിൽ 1 ഗ്ലാസ് കുമ്പളങ്ങ നീര് സ്ഥിരമായിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെറുതേന് 1 ഗ്ലാസ്സിൽ ചാലിച്ചിട്ട് ദിവസവും പതിവായിട്ട് വെറും വയറ്റിൽ കഴിക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ ചിറ്റമൃതും അതുപോലെ തന്നെ നെല്ലിക്ക, ഞെരിഞ്ഞൽ എന്നീ പറഞ്ഞ 3 ഔഷധക്കൂട്ടം അത് നമ്മൾ അങ്ങാടിക്കടകളിലും മറ്റ് ഔഷധ ഷോപ്പുകളിലും ഒക്കെ തന്നെ കിട്ടും. അത് നന്നായിട്ട് നമ്മൾക്ക് ഉണക്കി പൊടിച്ചതിന് ശേഷം ആ പൊടി മിക്സ് ചെയ്യുക. ഈ 3 കൂട്ടം കൂടിയിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തേനും നെയ്യും ചേർത്തിട്ട് 1 സ്പൂൺ എന്ന രീതിയിൽ ദിവസവും സേവിക്കുന്നത് നല്ലതാണ് കേട്ടോ.